അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ചിലവൊന്നുമില്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ, ഈസിയാണ്. അത് അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ വിവരം നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് lsgcr.lsgkerala.gov.in എന്നുള്ളതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴിങ്ങനെ നമുക്ക് പേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നൊരു ഓപ്ഷൻ മുകൾ ഭാഗത്തായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ആരുടെ ജനന സർട്ടിഫിക്കറ്റാണോ തിരയുന്നത് അവർ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണോ അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഏത് ജില്ലയാണ്, അതേപോലെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളത് അതിന് താഴെയായിട്ട് ആ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പേര് എന്നിവ സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചില പഞ്ചായത്തുകളിലെ വിവരങ്ങൾ നമുക്ക് ഈ പോർട്ടലിൽ ലഭ്യമല്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ വർഷമാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന് സൈഡിലായിട്ട് ഇടതുവശത്തായിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊരു ലിങ്ക് പച്ച കളറിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴിവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുവന്ന സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം മാൻഡേറ്ററി ഫീൽഡുകളാണ്. അത് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. മറ്റുള്ളവ ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഡേറ്റ്, മാസം, അതേപോലെ വർഷം എന്നിവ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിന് താഴെയായിട്ട് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുന്നു. അതിന് താഴെയായിട്ട് കുട്ടിയുടെ അമ്മയുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യണം. താഴെയായിട്ട് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കൃത്യമായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. ഹോസ്പിറ്റൽ തെറ്റായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് അവിടെ കാണിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്കൊരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. ആ ക്യാപ്ച കോഡ് കൃത്യമായിട്ട് അതിന് താഴെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് അതിനോടടുത്തുള്ള അതിന് തൊട്ട് താഴെയുള്ള സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഈ പേജിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിനോട് മാച്ചായിട്ടുള്ള എൻട്രി ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നേരെയുള്ള പ്രിൻ്റ് എന്ന ഓപ്ഷന് താഴെയുള്ള വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ഈ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. നമ്മൾ തരുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് കറക്റ്റാണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് PDF ഫോർമാറ്റിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. പ്രിൻ്റ് എടുക്കുക, എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എടുക്കുന്ന നിർബന്ധമില്ല. ഇത് ഓൺലൈൻ രേഖയാണ്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മൊബൈലിലാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ചില പഞ്ചായത്തുകളിലെ വിവരങ്ങൾ ഈ പോർട്ടലിൽ ലഭ്യമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെ പഞ്ചായത്താണെന്നുള്ളത് ഈ ഹോം പേജിൽ ആ ഒരു യെല്ലോ കളറിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം. അപ്പോൾ ഓരോ ജില്ലയിലും ചില പഞ്ചായത്തുകൾ അവിടെ കാണിക്കും. ആ പഞ്ചായത്തിലെ വിവരങ്ങൾ നമുക്ക് ഈ പോർട്ടലിൽ നിന്ന് ലഭ്യമല്ല. അപ്പോൾ അവിടുത്തെ ജനന രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ എവിടെ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ വേറെ ഒരു വെബ്സൈറ്റിലാണ് എൻ്റർ ചെയ്യേണ്ടത്. erp.lsgkerala.gov.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അവിടെ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണുന്നത്. ഇതിൽ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം മുമ്പ് കണ്ടതുപോലെ തന്നെ നമ്മൾ അവിടെ നമ്മൾ തിരയുന്ന ആളുടെ ജനിച്ച ജില്ല, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ജനിച്ചത്, അത് ആ സ്ഥാപനത്തിൻ്റെ ആ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര്, ഈ 3 കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. ഇത് ആൾ ജനിച്ചതോ അല്ലെങ്കിൽ ജനിച്ച ഹോസ്പിറ്റൽ ഉള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഈ തുടരുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുമ്പ് കണ്ട പോലെ തന്നെ നമുക്ക് അടുത്ത പേജിൽ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ ചുവന്ന സ്റ്റാർ ഇട്ട്
ഡാറ്റാസ് എല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജനന തീയതി, ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം, കുട്ടിയുടെ അമ്മയുടെ പേര് എന്നിവ എല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിന് താഴെയായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഒരു ക്യാപ്ച കോഡ് കാണുന്നുണ്ട്, അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം മുമ്പ് കണ്ട പോലെ ഒരു മാച്ചിങ് എൻട്രി, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിന് മാച്ചിങ് എൻട്രി കാണുന്നുണ്ട്. അവിടെ ആ കാണുക എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിന് നേരെയുള്ള കാണുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ തന്നെയല്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഫോണിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിലുണ്ടാവും. കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.